തുടങ്ങാം. സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. അസൂയക്കും കഷണ്ടയ്ക്കും മരുന്നില്ല. പറയാം ഇത് കഷണ്ട കഥയല്ല, അസൂയ കഥയാണ്. നമ്മളെ അൻവർഖാൻ്റെ കാര്യത്തിലാണേ, ആള് വെടിയൊക്കെ പൊട്ടിച്ച് പിണറായിൻ്റെ കസേരക്കെട്ട് ഒരു തട്ടും കൊടുത്ത് കേരള രാഷ്ട്രീയത്തിൽ യുവതുർക്കിയായി വിലസി UDF-ലേക്ക് കളം മാറ്റാനായി തുനിഞ്ഞ് UDF നേതാക്കളെയും ലീഗ് നേതാക്കളെയും കണ്ടപ്പോൾ നമ്മുടെ ഇരട്ടച്ചങ്കൻ്റെ ഉള്ളിലൊരു കൊള്ളിയാ മിന്നി. മനസ്സ് പതറരുത്. അതാണ് സഖാവ് പറഞ്ഞത്. കോൺഗ്രസും ലീഗും 4 വോട്ടിനായി കൊതിമൂത്ത് വർഗീയ ശക്തികളുമായി കൈകോർക്കുന്നു. പിണറായി ഇത് പറയുമ്പോൾ നമുക്കൊരാലോചന, ഇയാൾ ഒതളങ്ങി കാണോ കണ്ടക്ഷോഭം നടത്തുന്നത്? ഇപ്പോഴിതാ അൻവർ കടകം പറഞ്ഞ് അപ്രതീക്ഷിതമായി കോൺഗ്രസിനെയും CPM-നെയും അകറ്റി നിർത്തുന്ന തൃണമൂൽ കോൺഗ്രസിൽ ചേക്കേറിയെന്ന്. കഴിഞ്ഞ ദിവസം MLA സ്ഥാനവും രാജിവെച്ചു. വാളെടുക്കണം, വലവിരിക്കണം, വേണ്ടിടത്തിൽ വേണ്ട പോലെ വാൾമടക്കണം, വേഷം കെട്ടണം, നാണം മാറ്റണം, വേണ്ടി വന്നാൽ വായ ബുദ്ധി ഇലയെടുക്കണം. ഹലോ പിണറായി, ഇത് 2ാം തവണ ഭരണം കിട്ടിയതിൻ്റെ തിളപ്പൊക്കെ ഞങ്ങൾ കണ്ടതാണേ. സഖാവ് കയറി അങ്ങ് മേയുകയല്ലായിരുന്നു, സഹിക്കാവുന്നതിലും അപ്പുറമായി ജനത്തിന്. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ, എന്നാ എനിക്കത് ഓർമ്മയില്ല. പണ്ട് മന്ത്രിയായിരുന്നപ്പോൾ KR ഗൗരിയമ്മയോട് ജനം ചോദിച്ച ഒരു ചോദ്യം ഇപ്പോഴും CPM-ൻ്റെ പാർട്ടിത്തളത്തിൽ മുഴങ്ങി കേൾക്കുന്നുണ്ട്. ഗൗരിയമ്മയ്ക്ക് സ്ത്രീധനം കിട്ടിയതല്ല കേരളം. അത് തന്നെയാണ് ഇപ്പോഴും ചോദിക്കുന്നത്. പിണറായിക്ക് സ്ത്രീധനം കിട്ടിയതാണോ കേരളം? അല്ല, LDF-ൻ്റെ മനോഭാവം കാണുമ്പോൾ തോന്നുന്നൊരു സംശയമാണേ. അല്ലേലും കുറെ നാളായിട്ട് ആശാൻ ആത്മവിശ്വാസത്തിന് കൂടുതലാ. ഇപ്പോഴെങ്കിലും മനസ്സിലാക്കാശാനെ, അടി തെറ്റ ആശാനും വീഴും. അങ്ങനെ 2ാം ഭരണകാലത്ത് പൊതുനിരത്തും പൊതുമുതലും സ്ത്രീധനം വകയിനത്തിൽ പെടുത്തി വഞ്ചിയൂരിൽ കെട്ടിയ സ്റ്റേജ് വിജയരാഘവൻ്റെ ഭാഷയിൽ പറഞ്ഞ നടന്നു മാത്രം പോകേണ്ട റോഡിൻ്റെ പേരിൽ പിടിച്ച പുലിവാല് ഒരല്പം കടുത്തു പോയി അല്ലേ? നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഹൈക്കോടതി പറയാത്രേ ഈ വിഷയത്തിൽ നേതാക്കന്മാരൊക്കെ കോടതി ഹാജരാകണോന്ന്. എന്താപ്പ ചെയ്യാ? ചീറ്റിപ്പോയല്ലേ. പാർട്ടി സംസ്ഥാന സെക്രട്ടറി മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും മന്ത്രി റിയാസും ജോയിന്റ് കൗൺസിൽ സെക്രട്ടറി CPI-യുടെ ബിനോയ് വിശ്വം തുടങ്ങിയവരൊക്കെ ഹൈക്കോടതി അങ്ങോട്ട് ക്ഷണിച്ചു എന്നാണ് നേതാക്കന്മാർ പറയണത്. ഇത് പോളിറ്റ് ബ്യൂറോ അല്ലേ, കോടതിയാ, ഹൈക്കോടതി. ഞാൻ തിരുവനന്തപുരത്തേക്കൊന്ന് വിളിക്കാം. പാർട്ടി വരട്ടെ വിളിക്കാൻ വരട്ടെ. ഇതുകൂടി കേക്ക്. കണ്ട എന്താ കഥ? കൊള്ളാം. സഖാക്കന്മാരുടെ ഒരു സന്തോഷം കണ്ടില്ലേ? ഇനിയിപ്പോ ഞങ്ങൾ കുടിയന്മാരുടെ നെഞ്ചത്തോട്ട് ആരും കുതിര കയറാൻ നോക്കണ്ടാന്ന്. സ്വാതന്ത്ര്യമായിട്ട് അല്പം മദ്യപാനം കുടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ആണുങ്ങളാന്ന് പറഞ്ഞ് നടക്കേണ്ടതെന്തിന്? ഞങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആളുണ്ട് ഇത്ര. ഇനിയിപ്പോ NGO-യിൽ ഞങ്ങൾക്ക് ഒരു പിടിയുണ്ടെന്ന സാരം. കുടിയന്മാർക്കേ ഞാനൊരു കാര്യം ചോദിച്ചു, നമ്മൾ കുടിച്ചില്ലായിരുന്നു ഇവരെ ആരെ കൊണ്ട് കുടിപ്പിക്കാന്? അപ്പൊ നമുക്ക് സംഘടന വേണ്ട, നമുക്കൊരു സംഘടന വേണോ? അത് ശരിയാ വായിച്ചു. കറക്റ്റ്. അതെ, ഇതിനെതിരെ നമ്മൾ സംഘടിക്കണം. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ എല്ലാവർക്കും സംഘടന, നമുക്ക് മാത്രം എന്താ ഒരു സംഘടന ഇല്ലാത്ത? ഞാൻ ചോദിക്കട്ടെ, നമുക്ക് എന്തുകൊണ്ട് സംഘടിച്ചുകൂടാ? കഴിഞ്ഞ ആഴ്ച CPM കഞ്ചാവ് വലിക്കാൻ ലൈസൻസ് തന്നപ്പോൾ നമ്മുടെ CPI സഖാവ് ബിനോയ് വിശ്വത്തിന് ഒരു പൂതി. ആശാനും കൊടുത്തു ഒരു ലൈസൻസ് അങ്ങട്. വേണ്ടാത്ത ഒന്നും ചിന്തിക്കണ്ട. കുടിയന്മാരായ സഖാക്കന്മാർക്കേ കള്ള് കുടിച്ചോ, പക്ഷേ പ്രമാണിമാരുടെയും കള്ളന്മാരുടെയും കൂടെ കട്ടയിടരുത് എന്ന്. പ്രമാണിമാരും അല്ല, ഈ പ്രമാണിമാരും കള്ളന്മാരും രണ്ടും രണ്ടാണോ സഖാവേ? അല്ല, അറിയാത്തോണ്ട് ചോദിക്കുക. ആരാ ഈ പ്രമാണി, ആരാ ഈ കള്ളന്മാർ? ഞങ്ങൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ഇതിനൊരു വ്യത്യാസമൊന്നും തോന്നില്ല കേട്ടോ. അതാണ് ഒരു സംശയം പറഞ്ഞത്.
കുടിക്കണമെങ്കിൽ വീട്ടിൽ വെച്ചായിക്കോളെ. മനസ്സിലായില്ല. അതെ, ഇനി റോഡിലിറങ്ങി കള്ള് കുടിച്ച് പാമ്പും കൂണിയും കളിച്ച പഴയ പോലെ അല്ല. ഒരു വിലയില്ലാത്ത കാലാണ് സഖാക്കന്മാർക്ക്. കീലേരി അച്ചു കളിക്കാൻ നിന്നിട്ട് ഒരു കാര്യമില്ല. കൂനിച്ച് നിർത്തി കൂമ്പിനിടിക്കും. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ, ഇത് പുതിയ പെരുമാറ്റച്ചട്ടമാണെന്നാ CPI പറയുന്നത്. പക്ഷെ എന്താ ചെയ്യാ, ആയി പോയില്ലേ, ആയ സ്ഥിതിക്ക് അങ്ങനെ അങ്ങോട്ട് ജീവിക്കുക. 33 വർഷമായി പൊളിക്കാത്ത മദ്യനയമാണ് CPI ഇപ്പോൾ പൊളിച്ചെഴുതുന്നത്. അത് നല്ലതാ സഖാവേ. പാർട്ടി നേതൃത്വത്തിലുള്ളവർ ഇപ്പോൾ അന്നത്തെ റഷ്യയിലെ വ്ളാഡിമിർ ലെനിനും ബോൾഷെവിക് ഗോർബച്ചോവുമാരെ പോലെ വെറും വോഡ്കയിൽ ഒതുങ്ങില്ലാന്ന് സാരം. എന്തായാലും എന്താ, മദ്യം ഏതായാലും മനുഷ്യൻ നന്നായി മതിയെന്നാണല്ലോ ഡൽഹിയിൽ നിന്നും പ്രശാന്ത് രഘുവംശം പറഞ്ഞിരിക്കുന്നത്. 77 കാലഘട്ടത്തിലെ പഴയ കട്ടന് പകരം കട്ടറമ്മും ബീഡിക്ക് പകരം കഞ്ചാവും. ഇത് ഞങ്ങൾ പറയുന്നതല്ല കേട്ടോ, കഴിഞ്ഞ ആഴ്ചയായി നിങ്ങൾ പറഞ്ഞതാ. കാലത്തിനനുസരിച്ച് മാറണം സഖാവേ, മാറണം. അത് കാലങ്ങളായിട്ടൊരു ശീല. അല്ലാതെ ഇതൊരുമാതിരി പച്ചവെള്ളം ചവച്ചരച്ചിറക്കി എത്ര കാലം എന്ന് വെച്ചാൽ അല്ലേ? ഒന്നുമില്ലെങ്കിലും സർക്കാരിനെ താങ്ങി നിർത്തുന്ന നെടുന്തൂണല്ലേ ഈ നമ്മുടെ മദ്യം. 1.5 കുപ്പി വരെ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ അകത്താക്കിയിട്ടുണ്ട്. അതെങ്കിലും ഓർക്കണ്ടേ? അയ്യോ, അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്. അങ്ങ് വടകരയിൽ 51 വെട്ടും വെട്ടി പാർട്ടി അംഗത്വം എടുത്ത കൊടിസുനിയുടെ 30 ദിവസത്തെ പരോൾ ആഘോഷിച്ചവർക്ക് മറ്റൊരാഘോഷം കൂടി വന്നു ചേർന്നിരിക്കണു ഇത്രേ. കഴിഞ്ഞ വരെ നമ്മളെ പെരിയാക്കൊലപ്രതികളുടെ ജാമ്യം. പുത്തൂരം വീട്ടിൽ ജനിച്ചോരെല്ലാം പൂപോലഴകുള്ളോരായിരുന്നു. ഈ കൊലയാളികളെ സ്വീകരിക്കാൻ നമ്മുടെ ആദർശ ജനകീയ ധീര ടീച്ചറമ്മയും നമ്മുടെ സ്ഫടിക ചേച്ചി ദിവ്യയും രക്തഹാരവുമായി ചെന്നു. അതുമാത്രോ, കണ്ണൂർ മുതൽ കാസർഗോഡ് വരെ വീരശൃംഖല കിട്ടി ചേകവന്മാരെ എഴുന്നള്ളിച്ചു എന്നാ കേൾക്കണത്. ആണുങ്ങളായി വളർന്നോരെല്ലാം അംഗം ജയിച്ചവരായിരുന്നു. അതും മാത്രമല്ല, മാസപ്പടി കേസ് വെറും 185 കോടിയുടെ ഒരഴിമതിയിൽ കോടതി ഇടപെട്ടതും ഇപ്പം വിനയായിരിക്കുക ഇല്ലേ സഖാക്കന്മാരെ? കോർപ്പറേറ്റ് സ്ഥാപനത്തെ ഉപയോഗിച്ച് CMRL നടത്തിയത് വൻ അഴിമതി എന്നാണ് കേന്ദ്രം കോടതി അറിയിച്ചത്. കിട്ടിയ ചാൻസ് അസലായിട്ട് കേന്ദ്രം അങ്ങോട്ട് മുതലാക്കി. CMRL ചെലവുകൾ പെരുപ്പിച്ച് കാട്ടി അഴിമതിപ്പണം കണക്കിൽപ്പെടുത്തി എന്നവർ കോടതിയിലിട്ടങ്ങ് അറിയിച്ചു. CPM ജനകീയ പാർട്ടി തന്നെ കേട്ടോ, ഓരോ സംശയവും ഇല്ല. ചരക്ക് നീക്കത്തിനും മാലിന്യ നിർമ്മാർജ്ജനത്തിനും കോടികൾ ചെലവിട്ടെന്ന് വ്യാജ ബില്ലുണ്ടാക്കിയെന്നും ദില്ലി ഹൈക്കോടതിയിൽ കേന്ദ്രവും ആദായ നികുതി വകുപ്പും അറിയിച്ചിട്ടുണ്ട് കേട്ടോ. പെട്ടോ ഭഗവാനെ. ഏതായാലും അടുത്ത വാരത്തേക്ക് വടി വെട്ടാൻ പോയിട്ടുണ്ട്. കാത്തിരുന്ന് കാണാൻ പൂരം. CPM CPIക്കാരൊക്കെ ഇപ്പോൾ നമ്മുടെ അമ്പാൻ്റെ അണ്ണനെ പോലെയാ. കൊലയും കൊള്ളിവെപ്പ് എവിടെ ഉണ്ടോ അവിടെ ഉണ്ടാവും. ഒരു മിനിറ്റ്, എന്താ അവിടെ ഒരു ബഹളം? ഇത് നമ്മുടെ പൂഞ്ഞാർ കുതിരയാണല്ലോ. വർഷത്തിലൊരിക്കൽ ഇങ്ങേറൊക്കെ ഇളകാറുള്ള പ്രാന്ത് ഈ വർഷവും ഇളകിന്നാ കേൾക്കുന്നത് നമ്മുടെ PCക്ക്. കഴിഞ്ഞ ദിവസം കേട്ട കുര, വർഗീയ കുര. മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടി തന്നെയാണ്, യാതൊരു സംശയം വേണ്ട. അവർ പാകിസ്ഥാൻ ഉണ്ടാകാൻ ആഗ്രഹിച്ചവരാണ്. ഇയാളുടെ മുസ്ലിം ചുരുക്ക് അങ്ങോട്ട് ഒതുങ്ങുന്നില്ല. മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട മുഴുവൻ തീവ്രവാദ സംഘടന ഒരുമിച്ച് കൂടി പൂഞ്ഞാറിൽ തോൽക്കാൻ കാരണം 27,000 വോട്ട് എനിക്കെതിരായിട്ട് ഒരുമിച്ച് ചെയ്തു, എന്നെ തോപ്പിച്ചു. SDPI ആയതുകൊണ്ട് മുസ്ലിം വിഭാഗത്തിനെ മൊത്തം കയറി അങ്ങ് നിരങ്ങാണ് വിദ്വാൻ. ഈ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിം ആണോ അവൻ വർഗീയവാദിയാണ്. വർഗീയവാദി അല്ലാത്ത ഒരു മുസ്ലിമിൻ ലോകത്ത് ഇന്ത്യ മഹാരാജ്യത്ത് ജീവിച്ചിരിപ്പില്ല. മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാണെന്നും കേരളത്തിന്റെ സ്വത്തുക്കൾ മുസ്ലിങ്ങൾ കൊള്ളയടക്കുകയാണെന്നും എത്ര ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ ഹിന്ദുക്കളെ കൊന്നൊടുക്കിയ അല്ല ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെ കൊന്നൊടുക്കിയത് ഉമ്മാര് മുസ്ലിം രാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടി. പിന്നെ അയ്യോ, അത് നമ്മൾ പറയണ്ട, ബാക്കി പറയാൻ ഉളപ്പുള്ളവർക്ക് പറ്റില്ല. തുണിവെക്കി വെക്കുക, ഉടനെ വെട്ടുക. അല്ല, ഈ വിദ്വാനെ പൂട്ടിടാൻ നമ്മുടെ പോലീസിന് മടിയുണ്ടായിട്ടല്ല, ആരോ പോലീസിനെ പിന്നീന്ന് വലിക്കുന്നത് കൊണ്ടാവും. വലിയ അതാരാണെന്ന് ഞാൻ പറയണ്ടല്ലോ. ഭാരതമെന്നാൽ പാരിൻ നടുവിൽ കേവലം ഒരു പിടിമണ്ണല്ല മേരാ പ്യാരാ ദേശവാസിയോ. ദേശഭക്തഗാനം പാടി ഒന്ന് കോരിത്തരിക്കാന്ന് ഇയാളോട്ട് സമ്മതിക്കുകയില്ലല്ലോ. इस बुके में है हम भारतीयों का ജാങ്കോ നീ അറിഞ്ഞ
ഞാൻ പെട്ടു. എൻ്റെ കണ്ണു പോയല്ലോ ഭഗവാനെ. കണ്ണു പോയതല്ല, സ്ക്രീൻ കട്ടായതാ. വാചക കസർത്ത് കൊണ്ട് ജനത്തിനെ കയ്യിലെടുക്കുന്ന മോദിക്ക് കഴിഞ്ഞ ദിവസം ടെലിപ്രോംപ്റ്റർ പോയപ്പോൾ നട്ടം തിരിഞ്ഞതും കിങ്കരന്മാർ നെട്ടോട്ടം ഓടിയതും വാക്കുകൾ കിട്ടാതെ മോദിയുടെ വാക്മയത്വം പൊളിഞ്ഞതും കഴിഞ്ഞ ആഴ്ചയ്ക്ക് ചിരി വക നൽകിയതാണ്. അടിക്കടി പരാജയത്തിന്റെ രുചി അറിഞ്ഞുകൊണ്ടിരിക്കുന്ന മോദിക്കിതാ മറ്റൊരു അഗ്നിപരീക്ഷ കൂടി വരുന്നു. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേന്ദ്രം ഭരിക്കുന്നതിന്റെ അഹങ്കാരവും തലയിലേറ്റി ഡൽഹി ഭരിക്കുന്ന ആം ആദ്മിയെ കയറി മാതലാണ് ആശാന്റെ സ്ഥിരം പരിപാടി. ഡൽഹി മുഖ്യൻ കെജ്രിവാൾ സമാനതകളില്ലാത്ത രീതിയിലാണ് ഡൽഹിയിലും ആം ആദ്മി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും ജനത്തിന് ക്ഷേമ പ്രക്രിയ നടപ്പിലാക്കുന്നത്. അതിൻ്റെ ഒരു മുറുമുറുപ്പ് ചില്ലറയല്ല ബി ജെ പിക്ക്. നേരത്തെ നമ്മുടെ കേരള മുഖ്യൻ്റെ കഥ പറഞ്ഞതുപോലെ മറ്റതുണ്ടേ. ഏത്? അസൂയേ. അഴിമതി ആരോപണവുമായി കെജ്രിവാളിനെ ജയിലിലടച്ചതിന് പിന്നാലെ മുഖ്യമന്ത്രിയെ അതിഷി മെർലേനയെ രാഷ്ട്രീയ വൈരം മൂത്ത് നിയമപരമായി ആക്രമിച്ചതും മുഖ്യമന്ത്രി വസതിയിൽ നിന്ന് ഇറക്കാൻ ശ്രമിക്കുന്നതൊക്കെ ഈ കണ്ടകശനീൻ്റെ വിരുദ് തന്നെ. എന്താ കഥ! നമ്മുടെ അരുണാചലിലെ BJP MP തബിർഗാവോ മോദി ദൈവത്തിൻ്റെ അവതാരമാണെന്ന് ട്രോൾ ചെയ്തതിന് ശേഷം ട്രോള് മനസ്സിലാകാതെ ഈ വിദ്വാൻ മോദി ഒരു അവതാര പുരുഷൻ്റെ മട്ടും ഭാവമായി എന്തും വിളിച്ചു കൂവാം എന്ന അവസ്ഥയിലും ആയിട്ടുണ്ട്. എന്നാലും ഈ പാണ്ഡൻ നായിയുടെ പല്ലിന് ചൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്നാണ് അവർക്കിടയിൽ തന്നെ അടക്കം പറച്ചിൽ. അതാണല്ലോ പ്രധാനികളായ 20 MP പണി കൊടുത്തത് മോദിക്ക്. സഭയിലിപ്പോൾ പഴയ പോലെ കാര്യങ്ങൾ അങ്ങോട്ട് വെടിപ്പാകണില്ല. കാരണം ഉണ്ടേ, മുഖത്ത് വിരൽ ചൂണ്ടി ചോദ്യം ചോദിക്കാൻ 2 പുലികൾ ഉണ്ടായിട്ടുണ്ട് സഭയിൽ. ഇപ്പോൾ നമ്മുടെ രാഹുലും പ്രിയങ്കയും. അതുകൊണ്ട് ശൗര്യമുള്ള ആ പല്ല് വെളി കട്ടശി മടിയുണ്ടെന്ന് വെച്ചോളൂ. ഇടതും വലതും രാഹുലും പ്രിയങ്കയും തിരിയാനും മറിയാനും വിടുന്നില്ല. അതാണ് കൊര ഇത്തിരി അതിര് കടക്കണത്. എന്തായാലും ഡൽഹി പുകയും മോദി കരിയും എന്നാ ആ പഹയന്മാർ നാട്ടിൽ പറഞ്ഞ് നടക്കുന്നത്. പഹയന്മാരുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്. BJP കേരള ഘടകത്തിലെ പോര് കടുത്തു പോകുന്നു. തൃശ്ശൂരിൽ നടന്ന സംസ്ഥാന നേതൃയോഗത്തിലാണ് BJP ദേശീയ ജനറൽ സെക്രട്ടറി ഡോക്ടർ രാധാമോഹൻ അഗർവാൾ MP ഇങ്ങനെ തുറന്നടിച്ചത്. താഴേക്കിടയിലുള്ള പ്രവർത്തനം മോശമാണത്രേ. BJPയിലെ പടലപ്പിണക്കത്തിനും ഗ്രൂപ്പിസത്തിനും എതിരെയുള്ള കേന്ദ്ര നേതൃത്വത്തിൻ്റെ പരോക്ഷ താക്കീതല്ലേ ഇത് എന്നാണ് സാക്ഷികൾ ചോദിക്കുന്നത്. MD രമേശ്, രാജീവ് ചന്ദ്രശേഖർ, V മുരളീധരൻ, കൃഷ്ണദാസ് എന്നീ പക്ഷങ്ങളൊക്കെ കുപ്പായം തയ്ച്ച് കാത്തിരിക്കുന്നുണ്ടെങ്കിലും നമ്മളെ ശോഭാ സുരേന്ദ്രൻ തയ്ച്ച സാരിയും ബ്ലൗസും ഇനി പുറലോകം കാണുന്ന ഒരു പതിഞ്ഞ സംസാരം. ഇതൊന്നും ഞാൻ പറയുന്നതല്ല കേട്ടോ, ലക്ഷണം പറയുന്നതാണ്, ലക്ഷണം. ഇപ്രാവശ്യം ബ്ലിങ്കിന് ചിരിക്ക് വകയില്ലല്ലോ എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ബിന്ദു ചേച്ചിയുടെ വക ഇരിങ്ങാലക്കുട സ്പ്രൈഡ്. നമ്മുടെ ഭാവഗായകനെ ഒന്ന് അനുസ്മരിച്ചതാ. എൻ്റെ പൊന്നോ, നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയോട് ചാനൽ റിപ്പോർട്ടർ ഇംഗ്ലീഷിൽ അനുസ്മരിക്കാൻ ഒന്ന് പറഞ്ഞു പോയി. വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു. ഓർമ്മ വരുന്നു ചേച്ചി, നമിച്ചു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നമിച്ചു. അല്ല, ഞങ്ങൾക്ക് ഇത് തന്നെ വേണം. സാക്ഷര കേരളത്തിൻ്റെ കാര്യത്തിലും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും ഞങ്ങളുടെ സ്വകാര്യ അഹങ്കാരമായ പ്രൊഫസർ V ശിവൻകുട്ടിയും ബിന്ദു ചേച്ചിയുമാണ് ഈ വകുപ്പിൻ്റെ ഐശ്വര്യം. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ അങ്ങനെ നടക്കട്ടെ. അടുത്ത ആഴ്ച ബ്ലിങ്കിനായി കാത്തിരിക്കാം. പുതിയ സംഭവ വികാസങ്ങൾക്കായി മലയാളത്തിൻ്റെ ഭാവഗായകൻ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ബ്ലിങ്ക് തുടരും. ഞലയിൽ മുങ്ങിത്തോത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി. സബ്സ്ക്രൈബ് ചെയ്തേക്കണേടാ പൊന്നു മോനെ.